ബഹുമാനപ്പെട്ട അംഗം സുമേഷ് ഈ രംഗത്ത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. രണ്ട് വിഷയങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, പെട്രോൾ പമ്പ് തൊഴിലാളികളുടെയും പാചകവാതക മേഖലയിലെ തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ. പെട്രോൾ പമ്പ്, പാചകവാതക മേഖല എന്നീ മേഖലകളിലെ തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പ് മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ട് സാർ. പാചകവാതക വിതരണ മേഖലയിലെ തൊഴിലാളികളുടെ കൂലി അവസാനമായി പുനർനിർണയിച്ചത് 2021 ഫെബ്രുവരി മാസം 24 സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള മിനിമം വേതനം വിജ്ഞാപനത്തിലൂടെയാണ്. എന്നാൽ പ്രസ്തുത മിനിമം വേതന വിജ്ഞാപനത്തിൽ സർവീസ് വെയിറ്റേജ് പറയുന്നതിനാൽ പ്രസ്തുത വിജ്ഞാപനത്തിനെതിരായി ഓൾ ഇന്ത്യ LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരള സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ള 8746/2021 നമ്പർ റിട്ട് ഹർജിയുടെ 2020 ഏപ്രിൽ മാസം 7 ഇടക്കാല ഉത്തരവ് പ്രകാരം ആയത് വാദം കേൾക്കുന്ന അടുത്ത തീയതി വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പ്രസ്തുത റിട്ട് ഹർജിയിൽ സർക്കാർ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യുകയും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ 2024 മാർച്ച് മാസം 19 ഉദ്യോഗസ്ഥരും അഡ്വക്കേറ്റ് ജനറലുമായി നടത്തിയ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയർലി പോസ്റ്റിംഗ് സ്റ്റേ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ അഡ്വക്കേറ്റ് ജനറൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പാചകവാതക വിതരണ മേഖലയിലെ തൊഴിലാളികളുടെ പൊതുവായ തൊഴിൽ പ്രശ്നങ്ങളും മിനിമം വേതനം സംബന്ധിച്ച വിഷയങ്ങളും തൊഴിലാളി തൊഴിലുടമ സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ത്രികക്ഷി സമിതിയെ പാചകവാതക വിതരണ മേഖലയിലെ വ്യവസായ ബന്ധ സമിതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. 2023 ജൂലൈ മാസം 22 സർക്കാർ ഉത്തരവ് പ്രകാരം പ്രസ്തുത വ്യവസായ ബന്ധ സമിതി പുനഃസംഘടിപ്പിച്ച് ഉത്തരവായിട്ടുണ്ട്. പാചകവാതക വിതരണ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ പൂർണ്ണത വരണമെങ്കിൽ BPCL, IOC, HP എന്നീ ഓയിൽ കമ്പനികളുടെ പ്രതിനിധികൾ കൂടി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് തൊഴിലാളി പ്രതിനിധികൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. വ്യവസായ ബന്ധ സമിതിയിൽ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സമിതി ചെയർമാന്റെ ശുപാർശ പ്രകാരം പ്രസ്തുത ഉത്തരവിൽ ജനറൽ മാനേജർ തലത്തിലുള്ള ഓയിൽ കമ്പനി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രസ്തുത കമ്മിറ്റിയുടെ യോഗത്തിൽ ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശം സമിതി ചെയർമാൻ നൽകിയിട്ടുണ്ട്. പ്രസ്തുത മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റിന് പരാതി നൽകി പരിഹാരം കാണാവുന്നതാണ്. സംസ്ഥാനത്തെ പെട്രോൾ പമ്പ് മേഖലയിലെ തൊഴിലാളികളുടെ മിനിമം വേതനം 2020 ഫെബ്രുവരി മാസം 7 സർക്കാർ ഉത്തരവ് പ്രകാരം പുതുക്കി നിശ്ചയിച്ചിരുന്നു. എന്നാൽ പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്ത 1820/2020 റിട്ട് ഹർജിയിലെ വിധി 2020 ഡിസംബർ മാസം 21 ഇടക്കാല ഉത്തരവ് പ്രകാരം മേൽ വിജ്ഞാപനം 3 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്തു. സർ 2021 ജനുവരി മാസം 14 ഹിയറിംഗ് നടത്തിയപ്പോൾ മേൽ വിജ്ഞാപനം ഹർജി തീർപ്പാക്കുന്നതുവരെ സ്റ്റേ ചെയ്യുകയും ഉണ്ടായി. പ്രസ്തുത റിട്ട് ഹർജിയിൽ സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യുകയും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ 24 മാർച്ച് 19 ഉദ്യോഗസ്ഥരും അഡ്വക്കേറ്റ് ജനറലുമായി നടത്തിയ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയർലി പോസ്റ്റിംഗ് നടത്തി സ്റ്റേ നീക്കം ചെയ്ത് കേസ് തീർപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ അഡ്വക്കേറ്റ് ജനറൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ IOC, BPCL, HPCL കമ്പനികളുടെ LPG പ്ലാന്റുകൾ ഓടുന്ന സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ അടങ്ങുന്ന കരാറിന്റെ കാലാവധി ഡിസംബർ 30 അവസാനിച്ചതിനാൽ ആയത് പുതുക്കി നൽകുന്നതിനായി ആൾ കേരള LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ആൾ കേരള LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷനും CITU, INTC, AITC, BMS എന്നീ യൂണിയനുകൾ സംയുക്തമായും നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കരാർ നടപ്പാക്കുന്നതിനായി അഡീഷണൽ ലേബർ കമ്മീഷണർ എൻഫോഴ്സ്മെന്റിന്റെ അധ്യക്ഷതയിൽ നിരവധി മീറ്റിംഗുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2024 ആഗസ്റ്റ് മാസം 7 മീറ്റിംഗ് 5 വർഷ കാലാവധിയുള്ള ദീർഘകാല കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്.